ഇടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും ആക്രമണം പുനരാരംഭിച്ചതിനു പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയോട് ആവശ്യപ്പെട്ട് യുക്രൈൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എഴുതിയ തുറന്ന കത്തിലൂടെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പുടിൻ സെന്റ് പീറ്റേഴ്സ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് സെലൻസ്കി തുറന്ന കത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. റഷ്യയിലെ വൻ നഗരത്തിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സെലൻസ്കിയുടെ തുറന്ന കത്ത്. യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് പുടിനുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധമാണെന്ന് സെലൻസ്കി കത്തിൽ വ്യക്തമാക്കി. നേരിട്ടുള്ള ചർച്ചകളിലൂടെ യുദ്ധം ഒഴിവാക്കാമെന്നാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതൊരു രാജ്യത്ത് വെച്ച് കൂടിക്കാഴ്ച നടക്കണം. അതിന്റെ തീയതി നിശ്ചയിക്കണം. കൂടിക്കാഴ്ചകളുടെ സമയത്ത് പൂർണ്ണമായ വെടിനിർത്തൽ നിലവിലുണ്ടാകണം. പരസ്പരം സംസാരിച്ചു തുടങ്ങുവാനുള്ള ഏറ്റവും നല്ല മാർഗം യഥാർത്ഥമായ നിശബ്ദത ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സെലൻസ്കിയുടെ കത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം പുടിനെ ധരിപ്പിക്കുമെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു. പുടിനെ കാണണമെങ്കിൽ സെലൻസ്കിക്ക് മോസ്കോയിലേക്ക് വരാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ റഷ്യൻ തലസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന കാര്യം ചിന്തിക്കുവാൻ പോലും കഴിയില്ലെന്ന് സെലൻസ്കി ആവർത്തിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സമാധാന കരാറുകൾക്ക് അടിത്തറയാകാമെന്നും പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം റഷ്യയ്ക്ക് കൂടുതൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സെലൻസ്കി ഇക്കാര്യം മനസ്സിലാക്കുവാൻ റഷ്യക്കാർ മടിക്കുകയാണെന്ന് കത്തിൽ പറഞ്ഞു. യുദ്ധം എന്നവസാനിക്കും എന്ന അനിശ്ചിതത്വം റഷ്യക്കാർക്കുണ്ട്. ഡോണസ്ക് അടക്കമുള്ള യുക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള സമയപരിധി പുടിൻ പതിവായി നീട്ടുകയാണ്. ഈ വർഷവും നിങ്ങൾ അത് പിടിച്ചെടുക്കുവാൻ പോകുന്നില്ല എന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്ക ഇറാനിൽ നിന്ന് യുക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് ശ്രദ്ധ മാറ്റുന്നതുവരെ സമാധാനത്തിനായി കാത്തിരിക്കരുതെന്നും സെലൻസ്കി പറഞ്ഞു.